വീഡിയോ വീഡിയോ ചെറിയ കുട്ടി ആ കൊതുകല്ലേ ശരിക്കും എന്തുമോളെ ഈ ഒരു സക്സസിന് അച്ഛൻ എന്താ പറയാനുള്ളത്? ഹാപ്പിയാണ്. നിനക്കാണ്. അല്ല സക്സസ് ആണ് ചോദിച്ചത്. അല്ല ഡെങ്കി മാറിയതാണോ? നമുക്കിപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയി യൂട്യൂബിൽ. നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പോണേ യൂട്യൂബിലേക്കുള്ള. ഒക്കെ എന്ത് തോന്നുന്നു? വലിയ ലെങ്ത് വീഡിയോ. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. ഡെങ്കി ആയിട്ട് കിടക്കണം തോന്നുന്നുണ്ട്. അച്ഛൻ എന്താ തോന്നുന്നത്? നന്നായിണ്ടല്ലേ, ക്രിയേറ്റീവ് ആയിണ്ട്. അനക്കെന്താ തോന്നുന്നുണ്ട് മോളെ? എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടോ? യൂട്യൂബ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് പറയാനുണ്ട്. കാരണം ഞാനൊന്നും പ്രത്യേകിച്ച് ചെയ്തിരുന്നില്ലല്ലോ. 2-3 മിനിറ്റ് ഷോർട്സ് ആയിട്ടേ ചെയ്യുന്നേ. പിന്നെ അങ്ങനെ കേറുമ്പോ ഞാൻ അതിശയപ്പെടുമല്ലോ. കുറേ വീഡിയോസ് ഇട്ടിട്ട് സക്സസ്ഫുൾ ആവാത്ത കുറേ ആൾക്കാരുണ്ട്. എത്രയോ വീഡിയോസ് ഇട്ടിട്ട്. പക്ഷെ ഈ അങ്ങനെയല്ല, കുറഞ്ഞ അളവിൽ വീഡിയോസ് ഇട്ടിട്ട്. അല്ല, എൻ്റെ ഫേസ് ആണല്ലോ, ഞാൻ ഒരു എഡിറ്റർ അല്ലേ ഇതിനകത്ത്. ക്യാമറ എഡിറ്റ്, കണ്ടന്റ്, പോസ്റ്റ് ഒക്കെ ഏട്ടനാണ്. പക്ഷെ വീഡിയോ ഒക്കെ റീച്ച് ഏട്ടന് കൊടുത്ത് റീച്ചിക്ക് തരുന്നില്ല. എല്ലാ ഏട്ടനുള്ള ഞങ്ങൾ ഏട്ടനുള്ള പിന്നെ നോക്കി എന്റെ അമ്മയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെന്താ എന്ത് മോളെ? മോളെ ഇത് പ്രമോഷൻ്റെ എൻ്റെ ആദ്യത്തെ പെയ്ഡ് പ്രമോഷൻ ഫ്രീ. മോളെ ആദ്യത്തെ ഫ്രീ പ്രമോഷൻ്റെ ഇത് വീട്ടിലെത്തിയതാ. ഞാനവക്ക് കൊടുത്ത് ഈ വർക്ക്. ഞാനാണ് അവളെ ശശീന്ദ്രൻ, എല്ലാവരും ശശീന്ദ്രൻ വിളിക്കല്ലേ ക്ലാസ്സിലൊക്കെ പോകുന്നത്. പക്ഷേ ശശീന്ദ്രൻ വിളിക്കുന്നതിന് അർത്ഥമല്ല, ശശിയാണെങ്കിലും ലൈഫ് സക്സസ്ഫുൾ ആയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഓളെ പ്രൊമോഷൻ്റെ അത് പിന്നെ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. ഞാൻ ഐഡിയൽ നന്ദുട്ടൻ വ്ളോഗ് എന്ന് പറഞ്ഞൊക്കെ ചാനലിൻ്റെ മുതലാളിയാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം ലൈഫിൽ വർക്കൊന്നും ഇടുന്നില്ല. അപ്പോൾ ഓളെ ആദ്യത്തെ പ്രൊമോഷനാണിത്. ഇത് മോളെ എൻ്റെ ഫസ്റ്റ് പ്രൊമോഷൻ എത്തി അല്ലേ? ഈ പോലും അറിയാതെ അല്ലേ? എൻ്റെ പേജിൽ അറിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ണേ വില്ലച്ചൻ്റെ വേണ്ട എന്തെങ്കിലും ഒരു ഇത് പറയും. ഒരു വ്ളോഗർ എന്ന നിലയിലേക്ക് ആവാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നടക്കുന്ന സബ്സ്റ്റൻസ് സിറ്റുവേഷനെ ഒന്ന് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ പിടിക്കുന്ന നമ്മളിവിടെ ഡെങ്കി കഴിഞ്ഞിപ്പോ കഴിഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും ക്ഷീണത്തോടെ നടന്നുകൊണ്ട് നിൽക്കാണ്. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും എണീച്ചിട്ടുള്ളതാണ്. ഒന്ന് പ്രസന്റ് ചെയ്യൂ ഇതെങ്ങനെയാണ്? കണ്ണനാണ് ഇവിടെ ഒന്നും ഇല്ല, അതിന്റെ ഒക്കെ വാങ്ങി കൊണ്ടു തന്ന് കണ്ണൻ. അപ്പൊ പിന്നെ അമ്മക്ക് ഇത്ര കാത്തിരിക്കുന്നു. കണ്ണനെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ ഫുഡ് കഴിക്കാണ്. അച്ഛൻ ഇവിടെ കൊണ്ട് നടന്ന് കഴിക്കുന്നുണ്ട്, മിക്സർ കഴിക്കുന്നുണ്ട്. ചേച്ചി പാലിപ്പോ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഏട്ടനെ ആവിയുള്ള വേണ്ടി വെള്ളം തിളപ്പിക്കാണ്. ഏട്ടന് ആവിയുള്ള സമയമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ കരഞ്ഞ് നടന്നു നിൽക്കുന്നത്. റെസ്റ്റ് കഴിക്കണം. ചേച്ചി എന്താ കഴിക്കണ്ടേ? അപ്പൊ ഇനി അനക്കിപ്പോ വീഡിയോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുമ്പോ ഈ വൈൻഡപ്പ് ചെയ്യണം. വിഷയങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യണ്ടേ? എനിക്കൊരു
കൊറിയർ എത്തിയിട്ടതാ പറഞ്ഞത്. അതെന്താന്ന് എനിക്കറിയില്ല. കൊറിയറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കണ്ട, അതിന്റെ മുകളിൽ നമ്പർ ഉണ്ടാവും. ഇതാണ് സംഭവം. എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും കാണിക്കരുത് യൂട്യൂബർ ആവുമ്പോ. ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ഓ എന്താ അറിയില്ല, നോക്കി നോക്കണം. ആ അപ്പൊ ഇന്നത്തെ വിഷയങ്ങൾ അത്രേ ഉള്ളൂ.